ഹലോ ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷം? ജർമ്മനിയിൽ വന്നിട്ട് ഇതുവരെ ഇങ്ങനെ ഒരു മല കയറേണ്ടി വന്നിട്ടില്ല കേട്ടോ. ഞാനും എന്റെ ഫ്രണ്ട്സും കൂടി ഹൈംബാഹ് എന്ന് പറയുന്ന ഒരു പഴയ സിറ്റി എക്സ്പ്ലോർ ചെയ്യാൻ പോവാണേ. കൂട്ടത്തിൽ നിങ്ങളെയും കാണിക്കാം. അപ്പൊ വെൽക്കം ടു ദ വേൾഡ് ഓഫ് ജർമ്മനി ത്രൂ മലയാളി ഫ്രം ഡോയ്ച്ച്ലാൻഡ്. രാവിലെ 10 മണിയൊക്കെ ആയപ്പോ ഇറങ്ങിയതാണ് ഗൈസ് ഞങ്ങൾ. ഹൈംബാഹിനെ പറ്റി പറയാട്ടോ. ഒരു ചെറിയതും മനോഹരവുമായ ഒരു പട്ടണമാണിത്. ഐഫൽ മലനിരകളുടെ പ്രദേശത്തും റൂർ നദീതീരത്തുമാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഹൈംബാഹിന്റെ ഏറ്റവും പ്രധാന ആകർഷണം എന്ന് പറയുന്നത് ബുർഗ് ഹെങ്ങെബാഹ് എന്ന മധ്യകാല കോട്ടയാണ്. ഇത് ഏകദേശം 11ാം നൂറ്റാണ്ടിൽ നിർമ്മിക്കപ്പെട്ടതായി കരുതപ്പെടുന്നു. ഇത് ഉയർന്ന ഒരു മലയുടെ മുകളിലായതിനാൽ ഈ പട്ടണം മുഴുവൻ ഇവിടെ നിന്ന് കാണാൻ പറ്റും. ഇവിടെ പഴയ ജർമ്മൻ ശൈലിയിലുള്ള വീടുകൾ, ചെറിയ കഫേകൾ, കാടുകൾ, ഹൈക്കിംഗ് പാതകളുമെല്ലാം ഉണ്ട്. പിന്നെ ഹൈംബാഹ് ജർമ്മനിയിലെ ഒരു സ്വതന്ത്ര സിറ്റിയാണ്. ഇവർക്ക് സ്വന്തമായ ഒരു ബുർഗർ മൈസ്റ്റർ, അതായത് മേയറുണ്ട്. എല്ലാം ഓക്കെ ആയിരുന്നു. പക്ഷെ അപ്പോഴാണ് അപ്രതീക്ഷിതമായി കഥയിലെ വില്ലൻ എൻട്രി തരുന്നത്. ഇവിടുത്തെ കൊടും ചൂട്. പാപി ചെല്ലുന്നിടം പാതാളം എന്ന് പറയുന്നത് പോലെ. എന്റെ പൊന്നോ, നമ്മൾ ഈ നാട്ടിൽ വന്നിട്ട് ഇങ്ങനെ ഒരു കനൽക്കട്ട വെയില് ഇതിനു മുമ്പ് കണ്ടിട്ടേ ഇല്ല. ജർമ്മനി എന്ന് കേൾക്കുമ്പോൾ മഞ്ഞും തണുപ്പും മാത്രം ആഗ്രഹിച്ചു നമ്മളെ നോക്കി കേറുവാടാ മക്കളെ എന്ന് പറഞ്ഞ് സൂര്യൻ അങ്ങോട്ട് മാടി വിളിക്കുന്നു. പിന്നെ കല്ലുമ്മക്കായൊക്കെ ചുട്ടെടുക്കുന്നത് പോലെ ഞാൻ അവിടെ കിടന്ന് വെന്തുരുകയായിരുന്നു. എന്നാലോ കൂടെയുള്ള ഒരു ഒറ്റ എണ്ണത്തിന് പോലും ഒരു കുലുക്കവും ഇല്ലെന്ന് മാത്രമല്ല, എല്ലാരും തകർത്ത് ഫോട്ടോയ്ക്ക് പോസ് ചെയ്ത് നല്ലൊരു വൈബൊക്കെ ആയിട്ട് പോവുകയാണ്. അപ്പൊ ഞാൻ നമ്മുടെ ആരോഗ്യത്തെ പറ്റിയൊക്കെ വെറുതെ ഒന്ന് ചിന്തിച്ചിരുന്നിട്ടും കാര്യമില്ലാത്തത് കൊണ്ട് ഞാൻ എല്ലാവരോടുമായി പറഞ്ഞു, വെള്ളം വെള്ളം വെള്ളം, ഒരു ബ്രേക്ക് വേണം, വിശന്നിട്ട് വയ്യ. അപ്പൊ അവര് പറഞ്ഞു, താഴെ ഒരു നല്ല സ്ഥലമുണ്ട്, നദിയുടെ സൈഡിലായി നമുക്ക് അവിടെ വിശ്രമിക്കാണ്. കേട്ട പാതി കേൾക്കാത്ത പാതി ഞാൻ ഇറങ്ങി ഓടി. വലിയ ബിറ്റ് എന്താന്ന് വെച്ചാൽ എന്റെ ബാഗിന് ഒടുക്കത്തെ കനം. എനിക്ക് തന്നെ ഇടയ്ക്ക് തോന്നി വല്ല കല്ലെങ്ങാനോ ഇട്ടായിരുന്നു എന്ന്. ഒരു കുപ്പി വെള്ളം, ഒരു ചെറിയ കുപ്പി കോള, പിന്നെ ഒരു മുള്ളർ മിൽഷ്, പിന്നെ 2 ബ്രെഡ്, പിന്നെ ഒരു പെയർ ഡ്രസ്. ഇതിനാണ് ഇമ്മാതിരി കനം. എന്റെ ക്ഷീണം കണ്ടിട്ട് പാവം ഒരു സൊമാലിയൻ ഫ്രണ്ട് എന്റെ ബാഗ് വാങ്ങി പിടിച്ചു. അവര് പറയുന്നത് അവരുടെ നാട്ടിലെ ഏറ്റവും കുറഞ്ഞ ടെമ്പറേച്ചർ ആണിതെന്ന്. അപ്പൊ ഞാൻ എന്റെ ഫ്രണ്ട്സിനെ പരിചയപ്പെടുത്തി തരട്ടെ. Hi, ich heiße Aische, ich komme aus der Türkei. Ich heiße Etienne, ich komme aus Kamerun. Ich heiße Sonja, ich komme aus Syrien. Hey Leute, mein Name ist Ivan Nilsson, ich komme aus Angola. Ich komme in Kongo Demokratisch. Mein Name ist Igri, ich komme aus Somalia. Ich heiße Zolo, ich komme aus Kongo Demokratisch. ഇനി അപ്പൊ നമുക്ക് അടുത്ത സ്പോട്ടിലേക്ക് പോകാം. റൂർ നദിയിൽ ഒരു ഷിപ്പ് യാത്രയാണ്. കൂട്ടത്തിൽ സ്വിമ്മിങ്ങും പ്ലാൻ ചെയ്തിട്ടുണ്ട്. നീന്തല് പോലും അറിയാത്ത ഞാനാണ് എല്ലാം പെറുക്കി കെട്ടി പോകുന്നത്. ഒരു കാര്യമുണ്ട് കേട്ടോ, ഇവിടെ എല്ലാവർക്കും സ്വിമ്മിങ് അറിയാം, എനിക്കൊഴിച്ച്. ആക്ച്വലി ഞാൻ ഇവിടെ വന്നപ്പോ തൊട്ട് കേൾക്കുന്ന ഒരു കാര്യമാണ് സ്വിമ്മിങ് എന്ന് പറയുന്നത്. സ്വിമ്മിങ് അറിയാത്തത് ശരിക്കും ഇവിടെ ഒരു കുറച്ചിലായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഗൈസ്. എന്നിട്ട് ബസ് നോക്കി പൊരിഞ്ഞ വെയിലത്ത് നിൽപ്പാണ്. പഴയ സിറ്റി ഒക്കെ അല്ലേ, എപ്പോഴും ബസ്സൊന്നും ഇല്ലാന്ന് തോന്നുന്നു. ഉള്ള തൊട്ട് സമയത്ത് വരുന്നുമില്ല. നട്ടുച്ചയ്ക്കാണ് ഇവിടെ നിൽക്കുന്നത്. നമ്മുടെ നാട്ടിൽ പോലും ഞാൻ ഇത്രയും വെയിൽ കൊണ്ടിട്ടില്ല എന്ന് വേണം പറയാൻ. അപ്പോഴാണ് ബസ് വന്നത്. കയറിയിരുന്നപ്പോ നല്ല ആശ്വാസമായി. ഒരു 5-6 സ്റ്റോപ്പൊക്കെ കഴിഞ്ഞപ്പോ സ്ഥലമെത്തി. റൂർ ഷിപ്പാർ. ഞങ്ങൾ എല്ലാവരും അങ്ങോട്ടേക്ക് വെച്ച് പിടിച്ചു. ടിക്കറ്റ് ഒരാൾക്ക് 16 യൂറോ ആയിരുന്നു കേട്ടോ. 2 മണിക്കൂർ ഉണ്ടായിരുന്നു. അടുത്ത ഷിപ്പ് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നപ്പോഴാണ് കുറെ പേർ അവിടെ നീന്തുന്നത് കണ്ടത് എന്റെ ഒരു ഫ്രണ്ട് നദിയിലേക്ക് എടുത്തു ചാടി. പിന്നെ ഞാൻ സത്യത്തിൽ നല്ലോണം മടുത്തായിരുന്നു. നല്ല തലവേദന. വെയില് തലക്കടിച്ചാ പിന്നെ എനിക്ക് തലവേദന വരുമെന്നേ. പിന്നെ ആഗ്രഹം കൊണ്ട് ഞാൻ വെള്ളത്തിലൊന്ന് ഇറങ്ങി നിന്നു. നല്ല ആശ്വാസം ഉണ്ടായിരുന്നു കേട്ടോ കാല് തണുത്തപ്പം. അങ്ങനെ വെള്ളത്തിൽ ഉലാത്തിക്കൊണ്ടിരുന്നപ്പോഴാണ് ഷിപ്പ് വന്നത്. ഞങ്ങൾ എല്ലാരും അതിലേക്ക് വെച്ച് പിടിച്ചു. ഞാൻ ഓൾറെഡി ഷിപ്പായിട്ട് നടത്തിയിട്ടുള്ളത് കൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് പുതുമയൊന്നും തോന്നിയില്ല കേട്ടോ. നല്ല ഭംഗിയാണ് കാണാൻ. സൈഡ് മുഴുവൻ വെള്ളമാണ്. അപ്പം അവിടുത്തെ അടുത്ത മെയിൻ സിറ്റി വരെയും നമുക്ക് പോകാൻ കഴിയും. ഇടയ്ക്ക് കുറെ സ്റ്റോപ്പുകളും ഉണ്ട്. ഞങ്ങൾ അങ്ങനെ അത് നല്ലോണം എൻജോയ് ചെയ്തു. ചൂടിന്റെ അതിപ്രസരം കൊണ്ട് എല്ലാരും തന്നെ ക്ഷീണിച്ചു. അതുകൊണ്ട് ഇന്നിനി നീന്തൽ വേണ്ട എന്ന് തീരുമാനിച്ചു. ബട്ട് ഒരു 8ന്റെ പണി കിട്ടി. ഇനി 1 മണിക്കൂർ കഴിഞ്ഞാണ് ബസ്. എല്ലാരും പറഞ്ഞു ഈ കാനന പാതയിലൂടെ നടക്കാൻ. തുടക്കത്തിൽ കുറച്ച് കാടായിരുന്നുവെങ്കിലും ബാക്കി നല്ല പൊള്ളുന്ന റോഡായിരുന്നു. 1 മണിക്കൂർ ചൂടത്ത് നടത്താം. നാളെ എനിക്ക് ജോലിക്ക് പോകാനുള്ള ആരോഗ്യം ഉണ്ടാവണേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ
ഫ്രണ്ട്സുമായിട്ട് നല്ലൊരു ദിവസം സ്പെൻഡ് ചെയ്തു. അപ്പൊ വീഡിയോ അവസാനിക്കുന്നില്ല. സ്റ്റേ ട്യൂൺഡ് വിത്ത് മലയാളി ഫ്രം ഡോയ്ച്ച്ലാൻഡ്. Auf Wiedersehen.